പൊതുവഴിയിൽ ഒരുപാട് ആളുകൾ ചുറ്റുമുണ്ടെന്ന ആ ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവരാണല്ലോ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയതും. എത്ര ക്രൂരമായ ഒരു കൊലപാതകമാണ് അവിടെ നടന്നത്. അതിരാവിലെ അരുൺ തന്നെയാണ് അന്നത്തെ ദിവസം ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്ത്. അന്നത്തെ ആ ഒരു ദിവസം അത്രയും ഈ ഒരു വാർത്ത, ഈ ദൃശ്യങ്ങൾ, ആ ഒരു ഭയം നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എത്ര ക്രൂരമായ ഒരു കൊലപാതകമാണ് നടത്തിയത്. നാളെ ഇപ്പോൾ ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ട്. പോലീസിന്റെ അടുത്ത നീക്കങ്ങൾ എന്തായിരിക്കും അരുൺ? അനന്തു, പ്രത്യേകിച്ചും മലയാളികളെ സംബന്ധിച്ച് വിഷു ആഘോഷിച്ച് ആ രാത്രിയാണ് തലസ്ഥാന നഗരത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഈ കൊലപാതകം നടക്കുന്നത്. അത് അന്തു പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആ കൊലപാതകത്തിന്റെ വിശേഷണം, അതിൽ ഒരു ആയുധം പോലും ഉപയോഗിക്കാതെ രണ്ടു ചെറുപ്പക്കാർ 19ഉം 24 വയസ്സും മാത്രം പ്രായമുള്ള അച്ചു, അനന്തു എന്ന് പറയുന്ന രണ്ട് സഹോദരങ്ങളാണ് നാടിനെ നടുക്കിയ ആ കൊലപാതകത്തിലേക്ക് വഴിതെളിച്ചത്. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു പ്രകോപനം, അത് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന് പിന്നാലെയാണ് 38കാരനെ ഈ ഇരു സഹോദരങ്ങളും ചേർന്ന് ബാറിന് മുൻവശത്ത് വെച്ച്, വിഴിഞ്ഞത്ത് വെച്ച് ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നുള്ളത് പോലീസ് കണ്ടെത്തുന്നു. പ്രതികളെ കേവലം 2 മണിക്കൂറുകൾക്ക് പിന്നാലെ അന്നേ ദിവസം തന്നെ പുലർച്ചെ 2 മണിയോടുകൂടി പ്രതികളെയും അതിവേഗം തന്നെ ഈസ്റ്റ് ഫോർട്ട് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രതികളെയും പിടികൂടി. പക്ഷേ ഈ കേസ് എടുത്തു നോക്കുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ ഈ പ്രതികളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല സുമൻ എന്ന് പറയുന്ന കൊല്ലപ്പെട്ട വ്യക്തിക്ക് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആദ്യഘട്ടത്തിലൊക്കെ ഇവർ ഒരുമിച്ചാണ് ആ ബാറിൽ വന്നതെന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. പക്ഷേ അങ്ങനെയല്ല. സുമൻ എന്ന് പറയുന്ന 38കാരൻ അന്നേ ദിവസം തന്നെ ഒരു കല്യാണ വീട്ടിൽ നിന്ന് ആ സ്ഥലത്ത് എത്തി, ബാറിലെത്തുന്നു. സുഹൃത്ത് ലാൽ കൃഷ്ണനൊപ്പമാണ് അവിടെ എത്തിയത്. പക്ഷേ ആ സംഘത്തിനൊപ്പം യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് പറയുന്നു. അച്ചു മാത്രമാണ് ബാറിൽ 12 മണിയോടുകൂടിയാണ് അവിടെ എത്തുന്നത്. ബാറിലെത്തുമ്പോൾ ഈ ബാറിൽ നിന്ന് മദ്യം കിട്ടുന്നില്ല. പുതിയ നിയമപ്രകാരം 12 മണിയോടുകൂടി ബാർ അടയ്ക്കും. 12ന് ശേഷം ഈ മദ്യം കിട്ടിയുമില്ല. അതിന് പിന്നാലെയാണ് അച്ചു അവിടെ പ്രശ്നമുണ്ടാക്കുന്നു. അച്ചുവിന്റെ കൂടെ മറ്റു സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഇവിടെ മറ്റൊരു വ്യക്തിയും അവരുടെ കൂടെ ഒരു സംഘവുമുണ്ട്. ഷെരീഫ് എന്ന് പറയുന്ന രണ്ടാമൻ, അയാളുടെ കൂടെയുള്ള ഒരു സംഘമുണ്ട്. ആ സംഘവും തമ്മിൽ, അച്ചുവും ഈ സംഘവും തമ്മിൽ നേർക്ക് കയ്യേറ്റമുണ്ടാകുന്നു. ഒടുവിൽ അച്ചു എന്ന് പറയുന്ന ഈ വ്യക്തി ഷെരീഫിനെ കാല് പിടിച്ച് മാപ്പ് പറയിപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ സുമൻ എന്ന് പറയുന്ന വ്യക്തി ഇതെല്ലാം കൗതുകത്തോടുകൂടി നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത്. പിന്നാലെ ഈ വിഷയം പരിഹരിക്കാനായിട്ട് ആ ചെറുപ്പക്കാരൻ ശ്രമിച്ചതാണ്. മദ്യലഹരിയിലായിരുന്ന അച്ചുവിനെ പ്രകോപിപ്പിച്ചതും പിന്നാലെ സഹോദരനായിട്ടുള്ള അനന്തുവിനെ ഇതേ ബാറിലേക്ക് വിളിച്ചു വരുന്നത്. ചെറുപ്പക്കാരനെ ഇവർക്ക് നേരത്തെ മുൻപരിചയമില്ല, യാതൊരു മുൻ വൈരാഗ്യം ഇവർ തമ്മിലില്ല. പക്ഷേ ഒരു അവസരം കിട്ടുമ്പോൾ കൊല്ലാൻ ഉറച്ചു തന്നെ ആ മുകളിൽ കയറി ഇരുന്നു കൊണ്ടുള്ള ആ ഒരു ഇടിയും ചവിട്ടുമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഇഞ്ചിഞ്ചായി ചതച്ച് കൊല്ലുക എന്നുള്ളത് മാത്രമായിരുന്നു രണ്ട് ചെറുപ്പക്കാരുടെ ഉദ്ദേശം. അതിനേക്കാൾ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടല്ലോ അരുൺ. ഇത് ഒരിക്കലും ഒരു CCTV ദൃശ്യങ്ങളിൽ നിന്ന് പുറത്തു വന്നൊരു ഒരു ദൃശ്യമല്ല നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊബൈലിൽ പകർത്തിയതാണ്. ഈ സുമനെ പരിചയമുള്ള ആളുകൾ പോലും ഈ മൊബൈൽ ദൃശ്യം പകർത്തി രസിച്ചവരിലുണ്ടാവും. രണ്ട് ചെറുപ്പക്കാരാണ് ഈ തല്ലുന്നത്, കൊല്ലുന്നത്. ആ രണ്ടുപേരുടെ കയ്യിൽ ആയുധങ്ങൾ പോലുമില്ല. ഈ കൂടി നിൽക്കുന്ന ആളുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ആ ചെറുപ്പക്കാരെ പിടിച്ചു മാറ്റാമായിരുന്നു. ആ 38 വയസ്സുകാരന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. അതെന്തുകൊണ്ട് ഇവരാരും ചെയ്തില്ല അരുൺ? അത് ഒരുപാട് ഞെട്ടലുണ്ടാക്കുന്നു. കാരണം മലയാളികൾ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അന്തു, ഇതിലേറെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഏറെ പകച്ചുകൊണ്ട് വളരെ ഞെട്ടലുണ്ടാക്കിയ ദൃശ്യമാണ്. കാരണം ആയുധം ഉപയോഗിക്കാതെ ആ ചെറുപ്പക്കാരനെ നിലത്തിട്ട് ചവിട്ടി വീണ്ടും ആഞ്ഞ് നെഞ്ചിൽ ചവിട്ടുന്നു. കഴുത്തിൽ വളരെ കൈകൊണ്ട് കുറുക്കി ഏറെ നേരം പിടിച്ച് അവിടെ കിടന്ന ആ ചെറുപ്പക്കാരന്റെ നിലവിളി നമ്മൾ കേട്ടതാണ്. ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ഞെട്ടിപ്പിച്ചത് ഈ വാരിയല് പൊട്ടി, വാരിയല് ഒടിഞ്ഞ് ശ്വാസകോശത്തിലേക്ക് കയറിയതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. അവിടെ ഞെട്ടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ദൃശ്യങ്ങൾ പകർത്തിയ ബാർ ജീവനക്കാരാണ്. അവർ രണ്ട് ചെറുപ്പക്കാർ മാത്രമുള്ളപ്പോൾ തന്നെ ഈ ബാർ ജീവനക്കാരും അവിടെ നോക്കി നിന്നവർക്കും ഈ ഒരു കൊലപാതക ശ്രമത്തെ തടയാമായിരുന്നു. പക്ഷെ അത് തടയാതെ ആ ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിലേക്ക് വിടാനായിട്ടുള്ള ഒരു ശ്രമമാണ് ആ ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നുണ്ടായത്. കൂടെ ഉണ്ടായിരുന്ന സുമന്റെ കൂടെ ഉണ്ടായിരുന്ന ലാൽ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. അയാളും അവിടെ നിന്ന് കടന്നു കളയുകയാണ് ചെയ്തത്. മറ്റൊരു മലയാളിയെ നമുക്ക് മറക്കാൻ കഴിയില്ല. അവിടെ ഒരു വഴിയാത്രക്കാരനായിട്ടുള്ള കാർ
കാറിലെത്തിയ അയാളാണ് ഈ സുമനെ അവിടെ നിന്നും വിഴിഞ്ഞം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ രാത്രി ഏറെ വൈകി ആശുപത്രിയിൽ എത്തിക്കുന്നത്. 12 കൂടി ഈ കൊലപാതകം നടന്ന വിവരം വിഴിഞ്ഞം പോലീസ് അറിയുന്നു, സംഭവ സ്ഥലത്തെത്തുന്നു. അതിനു മുൻപ് തന്നെ സുമനെ അവിടെ നിന്ന് മറ്റൊരു വഴിയാത്രക്കാരനാണ് കാറിലെത്തിച്ച് മധുവിന്റെ സംഭവം നമ്മൾ മറന്നിട്ടില്ല. അന്നും അത് മൊബൈലിൽ ചിത്രീകരിച്ചത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് ലൈക്കും കമന്റും ഷെയറും ഒക്കെ വാരിക്കൂട്ടാൻ ആഗ്രഹിച്ച ഒരുപാട് മനുഷ്യർ അന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ സംഭവിക്കുന്നു മറ്റൊന്നല്ല. നാളെ നമ്മുടെ മുമ്പിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും അക്രമ സംഭവങ്ങൾ നടന്നാൽ നമുക്ക് അപകടം ഉണ്ടാവില്ല, നമ്മൾ സുരക്ഷിതരാണ് എന്ന് ഉറപ്പുള്ള സാഹചര്യത്തിലെങ്കിലും ഞാനും നിങ്ങളുമൊക്കെ ഇടപെടും, അല്ലെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു ശ്രമം നടത്തും, അല്ലെങ്കിൽ ഒരാൾ അപകടത്തിൽപ്പെട്ട് കിടന്നാൽ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു മനസാക്ഷിയെങ്കിലും കാണിക്കും എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉറപ്പുവരുത്താം.